ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാർഡ് ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഗൈഡൻസാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, കാർഡ് ഞാൻ എടുക്കുകയാണ്. എടുക്കുമ്പോൾ തന്നെ 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നോക്കാം. ഓക്കെ 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 ഇവിടെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ ഡെത്ത് കാർഡ് ആൻഡ് 2 ഓഫ് വാൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ വളരെയധികം അധ്വാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഠിനാധ്വാനം ചെയ്തിട്ടുള്ള, നിങ്ങളെ ലവ് റിലേഷൻഷിപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടായിട്ടുണ്ടാവാം. മേ ബി റിപ്പീറ്റഡ് പാറ്റേൺസ് ആയിരിക്കാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നു. കാരണം നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി സ്നേഹം നിലനിർത്താൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ കാണുന്നു. അതിന് ഒരു ഡെത്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഡെത്ത് എന്ന് പറയുന്നതുകൊണ്ട്, അതായത് ഡെത്ത് ആൻഡ് റീബർത്താണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ എൻഡ് ആവാൻ പോവുകയാണ്. അത് എൻഡായിട്ട്, കാരണം ചില ബന്ധങ്ങളൊക്കെ നമ്മൾക്കറിയാം, നമ്മുടെ ചില കർമാസിൻ്റെ നിമിത്തമായിട്ട് വരുന്ന ബന്ധങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിൽ നിലനിൽക്കാത്ത ബന്ധങ്ങളുണ്ടാവാം. അങ്ങനെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺസ് പലർക്കും ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു മോചനം കിട്ടി, ഒരു റീബർത്താണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻ അട്രാക്റ്റ് ചെയ്യപ്പെട്ട് വരികയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായും നല്ലൊരു പാർട്ട്ണർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു. ഇത് ചിലർക്കെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചിലവർ വളരെയധികം അവരുടെ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നു, അതിൽ അവർ അധ്വാനിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പേർക്ക് ഇത് പുതിയൊരു ബന്ധത്തിൻ്റെ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിച്ചുകൊണ്ട് പുതിയൊരു ബന്ധത്തിൻ്റെ തുടക്കം എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്താണ്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു സ്നേഹത്തിൻ്റെ ലോകത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ റെസണേറ്റ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.